ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അശ്വിനെ അറിയില്ല ഈ കുട്ടി വന്ന കാര്യം. അപ്പൊ നമ്മുടെ അഞ്ജലി പ്രത്യേകം ശ്രുതിയെടുത്ത് പറയുന്നുണ്ട്, ശ്രുതി അശ്വിന്റെ റൂമിൽ മാത്രം കേറാൻ നോക്കണോട്ടെ കുട്ടി, അവനെ കുട്ടികളല്ലെങ്കിൽ തന്നെ ഇഷ്ടമല്ല. അപ്പൊ അതിനിടയ്ക്ക് കുസൃതിയും കൂടി ആവുമ്പോ അവനെ ദേഷ്യം വരുമെന്ന് പറയുവാണ്. അത് ഞാൻ നോക്കിക്കോളാം അഞ്ജലി മാഡം എന്ന് നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്. അതിനുശേഷം ശ്രുതിയുടെ കണ്ണ് വെട്ടിച്ച് ഈ കുട്ടി അശ്വിന്റെ റൂമിലൊക്കെ കയറണം കേട്ടോ. അശ്വിൻ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴേക്കും ആകെ ദേഷ്യം വരുന്നുണ്ട്. കാരണം അശ്വിൻ കഷ്ടപ്പെട്ട് ഒരു പ്ലാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ആ കുട്ടി നിലത്തിട്ട് പൊട്ടിച്ച് ഇതാക്കി കളഞ്ഞു. ആ ദേഷ്യത്തിൽ നമ്മുടെ അശ്വിൻ രാമേട്ട ഇങ്ങോട്ട് വന്നേ, ഈ റൂമിൽ ആരെങ്കിലും കയറിയോ, ഞാൻ പറഞ്ഞല്ലേ എന്റെ റൂമിൽ ആരോടും കയറരുതെന്ന്. ആ സമയത്ത് രാമേട്ടൻ പറഞ്ഞില്ല കുഞ്ഞി, ആരും കയറിയില്ലെന്ന് പറയാണ്. കാരണം നമ്മുടെ ശ്രുതി രാമേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നും പറഞ്ഞു കൊടുക്കരുത്, ഈ കുട്ടി വന്ന കാര്യം പറയരുതെന്ന്. അതിനുശേഷം നമ്മുടെ അശ്വിൻ ശ്രുതിയോട് ചോദിക്കേണ്ട, ശ്രുതി നീയാണോ എന്റെ റൂമിൽ കയറി ഇത് ഇങ്ങനെ തരിപ്പണമാക്കിയിട്ടത്? എത്ര കഷ്ടപ്പെട്ട് ഞാൻ ചെയ്ത പ്ലാൻ വർക്ക് ആണെന്നറിയോ ഇത് എന്ന് പറയുമ്പോ ശ്രുതി പറയണ്ട, യോ സർ ഞാനല്ല, ചിലപ്പോ കാറ്റ് വന്നിട്ട് തട്ടിയതായിരിക്കും സാർ, ജനലൊക്കെ തുറന്നല്ലേ ഇട്ടത്, അതുകൊണ്ടായിരിക്കും എന്ന് പറയുവാണ്. അശ്വിന് ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ അശ്വിൻ പെട്ടെന്ന് തിരിയുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. അശ്വിന്റെ ഫോട്ടോയിൽ വലിയ മീശും കൊമ്പൊക്കെ വെച്ചിരിക്കുകയായിട്ടോ, കൺമഷി വെച്ചിട്ട്. അശ്വിൻ പറയണ്ട, അപ്പോ നീ തന്നെ എന്റെ റൂമിൽ കയറുത്, കണ്ടില്ല, നീ അല്ലാണ്ട് വേറെ ആരും ഇങ്ങനെ ചെയ്യില്ല. ആ സമയത്ത് ശ്രുതി നോക്കുമ്പോൾ ശ്രുതിക്ക് മനസ്സിലാവോ, പട്ടാളം ഇങ്ങനെയൊക്കെ ചെയ്തോ, ഈശ്വര ഈ കുട്ടിനെ കൊണ്ട് ഞാൻ തോറ്റു എന്നൊക്കെ മനസ്സിൽ വിചാരിക്കേണ്ട. അപ്പൊ തന്നെ നമ്മുടെ അശ്വിൻ, എന്താ നീ കാണിച്ചേക്കണ ശ്രുതി, എന്താ കാണിച്ചേക്കണത്? നമ്മുടെ ഭയങ്കര ഒച്ചെടുക്കുമ്പോഴേക്കും ഈ കുട്ടി പെട്ടെന്ന് പേടിച്ചിട്ട് പെട്ടെന്ന് മുമ്പിലേക്ക് വരുവാട്ടോ. ആ സമയത്ത് നമ്മുടെ അശ്വിനെ കാര്യം മനസ്സിലാവും, ഈ കുട്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. ആഹാ, അപ്പൊ നീയാണ് ഇങ്ങനെയൊക്കെ ചെയ്തേലേ എന്ന് ചോദിക്കുവാണ്. നീ ആരാ എന്ന് ചോദിക്കുമ്പോ ശ്രുതി പറയണ്ട്, അത് ഇവിടുത്തെ മനോരമ മാഡത്തിന്റെ ചേട്ടന്റെ മോന്റെ മോള് എന്നൊക്കെ പറയുമ്പോഴേക്കും എനിക്ക് മനസ്സിലായി എന്ന് പറയുവാണ്. എന്ന് പറയുമ്പോഴേക്കും, എന്നാലും ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇതൊക്കെ എന്ത് കുട്ടിയായത്, നിനക്ക് കുറച്ച് മാനേഴ്സ് ഇല്ലേ, ബോധമില്ലേ, ബുദ്ധിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അശ്വിൻ തുടങ്ങും കുട്ടി കുട്ടിനെ വഴക്കുറയാൻ വേണ്ട. അപ്പൊ ഈ കുട്ടിയുടെ കണ്ണൊക്കെ നിറയും. ശ്രുതി പറയണ്ടേ, എന്തിനാണ് സാർ ഇങ്ങനെയൊക്കെ പറഞ്ഞ, അതൊരു കുഞ്ഞു കുട്ടിയല്ലേ, ഈ കുട്ടി ഇങ്ങനെയൊക്കെ സംസാരിക്കാവോ, ചെറിയ കുട്ടികൾ തെറ്റ് ചെയ്താൽ വലിയ ആൾക്കാരല്ലേ ക്ഷമിക്കേണ്ടത്, നോ ഞാൻ ക്ഷമിക്കില്ല ഇത് എന്നൊക്കെ പറയണ്ട, ഇറങ്ങി പോ എന്റെ റൂമിൽ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ കുട്ടി അവിടെ നിന്ന് പോകുമ്പോ ശ്രുതി വീണ്ടും പറയണ്ട, എന്നാലും ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല സാർ, അതൊരു കുഞ്ഞു കുട്ടിയല്ലേ, കുഞ്ഞു കുട്ടികളത് ക്ഷമിക്കണത് വലിയ ആൾക്കാരുടെ കടമയാണോ, നീ ഒന്ന് പൊയ്ക്ക് വിടുന്ന എന്റെ മുമ്പിൽ നിന്ന് പറയാണ് അശ്വിൻ. അതിനുശേഷം ഈ കുട്ടി അശ്വിന്റെ അടുത്ത് വന്നിട്ട് സോറി പറയുന്നുട്ടോ. അപ്പൊ അശ്വിൻ പറയും, നീ സോറി പറഞ്ഞുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് ചെയ്ത വർക്കൊക്കെ വീണ്ടും എനിക്ക് തിരിച്ചു കിട്ടോ, ഇല്ലല്ലോ എന്ന് പറയുവാണ്. അതിനുശേഷം നമ്മുടെ അഞ്ജലി വരുന്നുണ്ട്, എന്താ കുഞ്ഞ് എന്താ കാര്യം ചോദിക്കുമ്പോൾ, അതൊരു കുഞ്ഞു കുട്ടിയല്ലേ കുഞ്ഞാ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ വഴക്ക് പറയണത്, ചേച്ചി നോക്ക് ഇവിടെ വേറെ എന്തോ ഒരു റൂമുണ്ട്, ഈ കുട്ടി തന്നെ എന്റെ റൂമിൽ കയറിയത്, ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്റെ റൂമിൽ ഒരു ആള് പോലും കയറരുതെന്ന്, ചേച്ചിയാണെങ്കിൽ ചേച്ചിയുടെ റൂമിലേക്ക് കൊണ്ടുപോയിക്കോ എന്ന് പറയുമ്പോൾ അഞ്ജലിക്ക് ചെറിയ ഫീൽ ആവും കേട്ടോ. അഞ്ജലിക്ക് വിഷമമെന്ന് മനസ്സിലാകുമ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, സോറി ചേച്ചി എന്നോട് ക്ഷമിക്കണം, വേണ്ട കുഞ്ഞ, നിന്റെ മനസ്സിലുള്ള കാര്യം തന്നെയാണ് നീ പറഞ്ഞത്, ശരിയാ, നിന്റെ കാര്യത്തിലൊന്നും ഞാൻ ഇടപെടാൻ പാടില്ല, നിന്റെ കാര്യത്തിൽ കുറച്ച് കൂടുതലായിട്ട് ഞാൻ ഇടപെടുന്നുണ്ട്, സാരില്ല കുഞ്ഞാന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുമ്പോൾ നമ്മുടെ പെട്ടെന്ന് തന്നെ നമ്മുടെ അശ്വിൻ ശ്രുതിയുടെ ഡയലോഗ് അങ്ങോട്ട് കാച്ചു കേട്ടോ. കുഞ്ഞു കുട്ടികൾ തെറ്റ് ചെയ്ത വലിയ ആൾക്കാരല്ലേ ക്ഷമിക്കേണ്ടത് എന്ന് പറയുമ്പോൾ അഞ്ജലി ആകെ ഞെട്ടുവാണ്. കുഞ്ഞൻ തന്നെയാണ് ഈ പറയണത്, ശ്രുതി നീ ലാവണ്യനെ ക്ലാസ് എടുക്കുന്ന പോലെ കുഞ്ഞിനെയും ക്ലാസ് എടുക്കുന്നുണ്ടോ, നിന്റെ ഡയലോഗാണല്ലോ കുഞ്ഞൻ പറയണത് എന്ന് പറയുമ്പോൾ അശ്വിൻ ആകെപ്പാടെ വല്ലാത്ത പോലെ ആവാട്ടോ. അതിനുശേഷം അഞ്ജലി ചോദിക്കണ്ടേ, എന്താ കുഞ്ഞ ഇത് നമ്മുടെ ശ്രുതി പറഞ്ഞ ഡയലോഗ് ആയിരിക്കണല്ലോ, ശ്രുതിയുടെ വായന മാത്രമേ ഇങ്ങനത്തെ ഡയലോഗ് വീടുള്ളൂ, സത്യമല്ലേ എന്ന് പറയുമ്പോൾ നമ്മുടെ അശ്വിനൊന്നും മിണ്ടുന്നില്ല കേട്ടോ. അതിനുശേഷം ആ കുട്ടി വീണ്ടും അശ്വിനോട് വന്ന് സോറി പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അശ്വിൻ ശരി കുഴപ്പമില്ല എന്നിങ്ങനെ പറയാട്ടോ, കൂടുതൽ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ആ സമയത്ത് ആ കുട്ടി പറയുന്നുണ്ട്, ശരി ഞാനേ സോറി പറഞ്ഞതേ ചേട്ടൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ അത് ചെയ്തതും അത് മറിച്ചിട്ടത് കൊണ്ടാ, പക്ഷെ ആ കൊമ്പും മീശയും വരച്ചതിൽ ഞാൻ സോറി പറയില്ല, കാരണം ചേട്ടന് അത് വരച്ചപ്പോഴാ ആ ഭംഗി കൂടിയത് എന്ന് പറയുവാണ്. അതിനുശേഷം പോട്ടെ മാമ എന്ന് പറയുന്നു. മാമനോ, ആരാടി നിന്റെ മാമൻ എന്ന് അശ്വിൻ ചോദിക്കുമ്പോൾ, പിന്നെ ആരാ, ശ്രുതി ചേച്ചിയുടെ ഭർത്താവാണോ ചേട്ടൻ എന്ന് പറയുമ്പോൾ അശ്വിനും ശ്രുതിക്കും വല്ലാത്ത പോലെ ആവാട്ടോ. അതിനുശേഷം ആ കുട്ടിയുടെ മാണ്ടൂട്ടി നീ വന്നി എന്ന് പറഞ്ഞിട്ട് ശ്രുതി മാണ്ടൂട്ടിനെ വിളിച്ചോണ്ട് പോവാട്ടോ. നല്ല രസകരമായിട്ടുള്ള ഭാഗങ്ങളൊക്കെ കിട്ടും, ഇതിന്റെ ഇടയിൽ കുറച്ച് ഭാഗങ്ങൾ കൂടി ഉണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ.